ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ അടച്ചിട്ട് വീട്ടിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, കണ്ണൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പോണത്. വെള്ളിയാഴ്ച അംഗനവാടിയൊക്കെ വിട്ട് വന്നിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച അംഗനവാടി ഉണ്ട്, പക്ഷേ അന്ന് ഞാൻ ലീവ് ആക്കുകയാണ് കേട്ടോ. മറ്റത് ഞാൻ ഓണത്തിന് പോന്നതാണ് വീട്ടിൽ. അപ്പോൾ കുറേ ആയി പോയിട്ട്, അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാനൊരു കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളൊരു കേക്ക് ഉണ്ടാക്കി, അതേ മോഡൽ തന്നെ ഒരു കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കണ്ണനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ അവിടെയും തന്നെ ഏട്ടൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആ കേക്കിന് ഞാൻ ബോക്സ് വാങ്ങാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇനി കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷനും ഇല്ല. ഞാൻ അന്ന് പിന്നെ അങ്ങാടി കൂടെയൊക്കെ പോയിട്ടാണ് പോകുന്നത്, പക്ഷേ എന്താ ചെയ്യുക, മറന്നുപോയി. പിന്നെ ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഒരു കുരങ്ങനുണ്ട് കേട്ടോ വന്നിട്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കാണുമ്പോഴൊക്കെ പടക്കമൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ട് അങ്ങനെ പോവലുണ്ട്. പക്ഷേ പിന്നെയും അവരത് കണ്ടതുകൊണ്ട് അത് കഴിയോളഞ്ഞ് വരും തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു 5 മണി 5:15 ആയപ്പോഴത്തേനാണ് കേട്ടോ പോണത്. അപ്പോൾ കുറച്ച് നേരത്തെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. കാരണം നമുക്ക് നിൽക്കാനുള്ള സമയമില്ലല്ലോ. വെള്ളിയാഴ്ചയല്ലേ പോണത്, ശനിയാഴ്ചയും കഴിഞ്ഞ് ഞായറാഴ്ച അങ്ങോട്ട് തന്നെ പോരണം. തിങ്കളാഴ്ച തൊട്ട് സ്കൂളും ഉണ്ട്, അംഗനവാടി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പോവാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ശ്രീലുമോൾ കുറച്ച് നേരത്തെ ഞാനൊന്ന് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളെ കൂട്ടിയില്ല, ഞാനൊന്ന് സിംഗിളായിട്ട് എടുക്കട്ടെ എന്നും പറഞ്ഞു. അത് അവൾക്ക് പറ്റിയില്ല. അപ്പോൾ അതിന് തെറ്റിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ലച്ചുമ്പോൾ നമ്മുടെ കേക്കൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവൾ തന്നെ ചിരിക്കണം. കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു, ഒരു ബോക്സ് അമ്മയ്ക്ക് മേടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ടോ. പക്ഷേ ഞാൻ അതിൻ്റെ കാര്യം വിട്ടു പോയതാണ് കേട്ടോ. നമുക്ക് പിന്നെ അത്ര ഓർഡറൊന്നും കിട്ടണില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഓർഡർ ഉള്ളൂ. അപ്പോൾ പിന്നെ ബോക്സൊന്നും ഞാനങ്ങനെ വാങ്ങി വയ്ക്കാറില്ല. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബേക്കറിയും തന്നെ ഞാൻ അംഗനവാടി വിട്ട് പോന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും കൂടെ അതിന് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ചധികം ബേക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ അവിടെ ചെറിയച്ഛൻ്റെ മരുമോള് ഗർഭിണിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇപ്പോൾ 7-ാം മാസമാണ്. അപ്പോൾ അവളൊന്ന് കാണാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസും ഉണ്ട് കേട്ടോ. ഗർഭിണിയാവുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, പിന്നെ എല്ലാവരും വയറ് കാണാൻ പോവുക എന്നുള്ളൊരു ചടങ്ങ്. അപ്പോൾ പിന്നെ അവളെയും കൂടെ കൂട്ടത്തിൽ ഏതായാലും വീട്ടിൽ പോവല്ലേ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ചെറിയച്ഛൻ്റെ വീട്. അപ്പോൾ അവളെയും കൂടെ കൂട്ടത്തിൽ കാണാൻ വിചാരിച്ചു. അപ്പോൾ ഏട്ടനും ഉണ്ടല്ലോ കൂടെ. അപ്പോൾ വീടിൻ്റെ അടുത്തെത്താനായിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏട്ടൻ്റെ വീടാണ് ഇത്. പണി തീർന്നിട്ടില്ല, വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാർപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടവർക്ക് അറിയാം. പിന്നെ ഇത് വീട്ടിലുള്ള മണ്ഡപമാണ്. അപ്പോൾ അവിടെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇതാണ് ചെറിയച്ഛൻ്റെ വീട് കേട്ടോ. അപ്പോൾ മണ്ഡപമുള്ള കാര്യം കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഇത് ചെറിയച്ഛൻ്റെ മോളാണ് കേട്ടോ, നന്ദു. ഇതാണ് ഗർഭിണി സബിത. അപ്പോൾ അവൾക്ക് ഇപ്പോൾ 7 മാസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഗൾഫിലായിരുന്നു, അനിയനും അവളും കൂടെ ഗൾഫിലായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ടേ ഉള്ളൂ. പിന്നെ അവൻ പോയി, ഇനി ഡെലിവറി സമയമൊക്കെ ആകുമ്പോഴത്തേന് എത്തണുണ്ടാവും. അപ്പോൾ കണ്ണനാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പാട്ടുകളൊക്കെ ഉണ്ട്. അവനെല്ലാവരും പോയി എടുക്കുകയായിരുന്നു. ഇത് ചെറിയച്ഛൻ്റെ മകള്, ചെറിയ മോനാണ് കേട്ടോ, കാശി. അപ്പോൾ ചെറിയച്ഛൻ വന്നിട്ടില്ല. ചെറിയച്ഛന് അവിടെ അടുത്ത് വണ്ടൂർ തന്നെ ടയറും കമ്പനിയിലാണ് കേട്ടോ, പഞ്ചർ കടയാണ്. അപ്പോൾ അവിടെ പോയതാണ്, എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ എത്തി, വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കുറച്ച് സംസാരിച്ചിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ചെറിയ ഏട്ടൻ മാലിട്ടായിരുന്നു. അപ്പോൾ മാലിട്ടിട്ടൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഓണത്തിന് വന്ന് പോയതായിരുന്നു, പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് അരവണയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാനുണ്ടല്ലോ ലച്ചുമോള്. പിന്നെ വലിയ നാത്തൂന് ഇവിടെ അല്ല കേട്ടോ, വലിയ ഏട്ടൻ്റെ ഭാര്യയും മോനും ഇവിടെ അല്ല, അവരെ വീട്ടിലാണ് കേട്ടോ. അവർക്ക് അവിടെ എന്തോ ചാത്തൊരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ
പൂജയൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും ചിരിക്കായിരുന്നു കേട്ടോ. അതിപ്പോൾ എന്താ അത് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് വലിയൊരു ചെമ്പിൽ പാത്രത്തിലൊക്കെ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ എന്തായാലും ഇവിടം വരെ എത്തിയപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ കണ്ടോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ അപ്പുറത്ത് പോയി ഇരുന്നു. അപ്പോഴത്തേന് കുട്ടികൾ അതിൻ്റെ സൈഡൊക്കെ ഒന്നങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയായിരുന്നു കേട്ടോ. അപ്പോൾ വർത്തമാനം പറച്ചിലൊക്കെ ആയപ്പോഴത്തേന് മക്കളവിടെ കേക്കിന് എന്തോ കാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ മേൽ കഴുകിയിരുന്നു. അപ്പോൾ അവനും കൂടെ വരട്ടെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ കട്ട് ചെയ്യാനല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അവിടെ കേക്ക് കട്ട് ചെയ്തു. ഇവിടെ അവന് ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇതാവണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതേ മോഡലിന് കേക്കൊക്കെ ഉണ്ടാക്കി അവനും കൊണ്ട് കൊടുത്തത്. അപ്പോൾ അതാ മക്കളൊക്കെ നിന്നുങ്ങാണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വലിയ ഏട്ടൻ്റെ മോനെ നന്നായിട്ട് മിസ് ചെയ്തിട്ടോ, കാരണം അവനും കൂടെ ഉണ്ടാവേണ്ടേന്നു. അപ്പോൾ അവർക്ക് പറഞ്ഞാൽ ചാത്തൊരിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പോരാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ അവർ വരും. ചാത്തിരിക്കൽ എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും തോന്നണു. ഈ അച്ചച്ചന്മാരൊക്കെ മരിച്ചിട്ടുള്ള ആണ്ട് തികയുമ്പോൾ ഉള്ളൊരു പൂജയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പോരാൻ പറ്റാഞ്ഞത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മ അതാ ഉപ്പുമാവും ഉണക്കമീനൊക്കെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ പിന്നെ മന്തിയും ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ അമ്മ ഇപ്പോൾ കഴിക്കണില്ല പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ പിന്നെ അമ്മ അരി ഭക്ഷണം വേണ്ട പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നത്. ചിക്കൻ്റെ പീസൊക്കെ പിന്നെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി അങ്ങനെ കിടന്നു. അപ്പോൾ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്